നാരായണൻ സാറ് ടീപ്പിനെ കണ്ടപ്പോ നെറ്റിമങ്ങനെ കൈവച്ചിട്ട് ചോദിച്ചത് ഇപ്പൊ ടീപ്പിയാണോ ജിന്നാണോ, ജിന്നാണോ ടീപ്പിയാണോ? അവസാനം പിന്നെ മൗലവി പറഞ്ഞു, മൗലവിനോട് നാരായണൻ സാറ് പറഞ്ഞു, അല്ല ടീപ്പിക്ക് ഇപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല, എന്നാലും മുജാഹിദീങ്ങളെ കൂട്ടത്തിൽ വേറെ കുറെ ജിന്നുകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ സഹോദരന്മാരെ, ഇത് കേട്ടപ്പോ മുജാഹിദീങ്ങൾക്ക് ആകെ വഷളത്തരായി. എന്താണ് മുജാഹിദീങ്ങൾ വഷളാക്കാനുള്ള കാരണം എന്നറിയങ്ങള്? AP ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, കേരളത്തിലെ എല്ലാ പുത്തൻവാദികളോടും ചോദിച്ചു നോക്കി, നിങ്ങൾ കേരളത്തിലെ നമ്പർ 1 ഖുറാഫി ആരാന്ന് ചോദിച്ചാൽ വഹാബികൾ എല്ലാവരും പറയാതെ AP ഉസ്താദാണ് അവരെ ഭാഷയിൽ. പക്ഷേ AP ഉസ്താദിന് നീർച്ചച്ചോറ് കഴിക്കാൻ പോകാൻ തന്നെ ടൈമില്ലാത്തത് കൊണ്ട് ഓണസദ്യക്ക് ഏതായാലും പോകലില്ല എന്ന് കരുതി AP ഉസ്താദ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കലല്ല. ഉസ്താദ് പോകാറുണ്ട് പല സ്ഥലത്തും. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാൻ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, ആഭ്യന്തരമന്ത്രിമാരുടെ മുമ്പിൽ, രാഷ്ട്രപതിമാരുടെ മുമ്പിൽ, അതുപോലെ സെക്കുലർ ഇന്ത്യയിലെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് തലപ്പാവ് വെച്ച് തസ്ബീഹുമാല പിടിച്ച് ഖമറുൽ കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലാറുണ്ട്. ഇന്ന് വരെ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തലപ്പാവ് വെച്ച് കാന്തപുരം ഉസ്താദ് സംസാരിക്കാനെത്തിയാൽ വിദേശ രാജ്യത്തുള്ള നേതാക്കൾ മൻമോഹൻ സിംഗുമായി സംസാരിക്കാനിരിക്കുന്ന ഓഫീസിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു പോരുക AP ഉസ്താദ്. എന്നാ പോരുന്ന സമയത്ത് പോലും AP ഉസ്താദിനോട് മൻമോഹൻ സിംഗ് ചോദിച്ചോ, അല്ല ഉസ്താദെ, നിങ്ങളിപ്പോഴും എന്നോ മരിച്ചുപോയ മൊയ്തീൻ ശൈഖിനെ എപ്പോഴും വിളിക്കലുണ്ടോ, എന്ത് പരിപാടി അത് എന്ന് ചോദിച്ചിട്ടില്ല. അല്ല ഉസ്താദെ, നിങ്ങളിപ്പോഴും ജിന്നുണ്ട് എന്നാ പറയുന്നത്, ചോദിച്ചിട്ടില്ല. എന്തേ ചോദിക്കാഞ്ഞ് അറിയോ? AP ഉസ്താദ് പഠിപ്പിച്ചൊരു നവോത്ഥാനം. എന്താണ് ആ നവോത്ഥാനം? AP ഉസ്താദ് പഠിപ്പിച്ച നവോത്ഥാനം, AP ഉസ്താദ് ആന്റണി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റണി സാറെ, ഇത് ഇസ്ലാമാണ്, ഇസ്ലാമിലെ എല്ലാ സംഗതി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല, ചില സംഗതി മനസ്സിലാകണമെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിക്ക് വരണം, ഇസ്ലാമിന്റെ പുറത്തുനിന്ന് മനസ്സിലാകണ കുറെ സംഗതി ഉണ്ട്, അത് പഠിപ്പിക്കാൻ ഞാൻ കേരള യാത്ര നടത്തും, അത് പഠിപ്പിക്കാൻ ഞാൻ പത്രസമ്മേളനം നടത്തും, അത് പഠിപ്പിക്കാൻ ഞാൻ പൊതുയോഗം നടത്തും. എന്നാൽ ചിലത് ഇസ്ലാമിലേക്ക് വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ, അല്ലാതെ മനസ്സിലാവൂല. അതാണ് കേരള ഹൈക്കോടതി ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല സാറെ, നിങ്ങളെ നാട്ടിലൊരു കേസുണ്ട് എന്ന് പറയുന്നു, എന്താണത്? അപ്പൊ ഉമ്മൻചാണ്ടി ക്യാബിനറ്റ് മന്ത്രിസഭ വിളിച്ചുകൂട്ടിയിട്ട് തിരുവഞ്ചൂരിനോടൊക്കെ ചോദിച്ചു, എന്താ സാറന്മാരെ ഈ കേസോ? ആർക്കും അറിയില്ല. അപ്പൊ ഉമ്മൻചാണ്ടി സാറ് ഹൈക്കോടതിയിലെ ജഡ്ജിയോട് പറഞ്ഞു, സാറന്മാരെ, അത് കാന്തപുരം ഉസ്താദിനറിയുന്ന തിരുവേഷമാണ്, അത് മതം ഇസ്ലാമാണ്, അതിലുള്ള എല്ലാം ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയതല്ല, അതെന്താണ്, അതിന്റെ സനത് എന്താന്നൊക്കെ AP ഉസ്താദിനെ അറിയുള്ളൂ. ഒരു കൈക്കൂലിയും കൊടുത്തിട്ടില്ലട്ടോ, ഒരു ചായയും വാങ്ങിക്കൊടുത്തിട്ടില്ല. പിന്നെ AP ഉസ്താദ് പഠിപ്പിച്ച നവോത്ഥാനാണ്. വഹാബികൾ പഠിപ്പിച്ച നവോത്ഥാന ഏതാ നിങ്ങള്? സാറന്മാരെ, നാരായണൻ സാറെ, നിങ്ങൾക്ക് അറബി അറിയോ? ഇല്ല. അപ്പൊ വഹാബി പറഞ്ഞു, എന്നാ ഞങ്ങൾക്കും അറിയില്ലട്ടോ അറബി. നാരായണൻ സാറെ, നിങ്ങളെ ദേവാലയത്തിൽ മലയാളത്തിലാണോ ആരാധന? ഉവ്വ്. എന്നാൽ ഞങ്ങളും ഇനി ഖുതുബ മലയാളത്തിലാട്ടോ ഓതുക. നാരായണൻ സാറെ, നിങ്ങൾക്ക് ജിന്നെന്താന്ന് മനസ്സിലായിക്കണോ? ഇല്ല. അപ്പോ മൗലവിമാര് പറഞ്ഞു, എന്നാ ഞങ്ങൾക്കും അറിയില്ലട്ടോ ജിന്നെന്താന്നുള്ളത്. ഇങ്ങനെ മൗലവിമാര് കാലിനനുസരിച്ച് ചെരുപ്പ് വാങ്ങണീന് പകരം ചെരുപ്പ് ആദ്യം വാങ്ങി, എന്നിട്ട് ചെരുപ്പിന് പാകത്തിൽ കാലിങ്ങനെ മുറിച്ചു. ഇപ്പൊ നടക്കാൻ കാലില്ല, മുജാഹിദീങ്ങൾ ഇങ്ങനെ നേരങ്ങാണ് അങ്ങാടി. കാരണം എന്താ? നിങ്ങള് റോട്ടിക്കിറങ്ങിയ മുജാഹിദീങ്ങളെ കളിയാക്കുകയാണ് ആൾക്കാർ. ഒരു മൗലവി പറയാണ്, റോട്ടുമ്മ കൂടെ അങ്ങനെ പോകുമ്പോ നാട്ടുകാർ വിളിക്കാത്തര, ജിന്നു മൗലവി അതാ പോണേ, ജിന്നു മൗലവി അതാ വരുന്നേ. ആര്? മൗലവിമാരെ കണ്ട നാട്ടുകാർ കളിയാക്കി പറയുന്ന വിഷയം.
അതാരാ മോനെ പോണത്? അത് ജിന്നാ മോനെ. ഈ വരുന്നതാരാ? അത് ജിന്ന് മൗലവിയാ മോനെ. ആ വരുന്നതാരാ? അല്ലാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ നാട്ടുകാരൊക്കെ മൗലവിമാരെ കളിയാക്കുക. നാട്ടുകാർ മാത്രല്ല, മുജാഹിദീങ്ങളെ കളിയാക്കുക, പരിഹസിക്കുക. മൗലവി പറയണ്, രണ്ട് മുജാഹിദീങ്ങൾ തമ്മിൽ കണ്ടാൽ എങ്ങനെയാ അഭിസംബോധനം ചെയ്യാറിയോ? കഷണ്ടി ജിന്നെ, കോങ്കണ്ണ് ജിന്നെ, തടിച്ച ജിന്നെ, മെലിഞ്ഞ ജിന്നെ, അസ്സലാം അലൈക്കും എന്നാണ് അത്തരം മുജാഹിദീങ്ങൾ തമ്മിൽ പറയല്. തൊപ്പി കണ്ടങ്ങള് സുന്നത്തിന് ആജാതി തൊപ്പി ആരും ഇടലില്ല എന്ന് നമുക്കറിയാം. അത് കുട്ടികളെ തലയിൽ കഫക്കെട്ടും മഞ്ഞും കൊള്ളാതെ കട്ടുകൊടുക്കണ തൊപ്പിയാ. എങ്ങനെയാണ് അയാളെ തലയിൽ അത് എത്തിയത്? അല്ലാഹു അഅലം. ജിന്നെ എന്തൊക്കെ മോനെ, പെരുത്ത ജിന്നെ, മെലിഞ്ഞ ജിന്നെ, നിനക്കാണല്ലോ വിളി. ഒരു കുഴപ്പമില്ല കേട്ടോ. അതായത് അള്ള സൃഷ്ടിച്ചൊരു പടപ്പിനെ അംഗീകരിച്ചാണല്ലോ നമ്മളെ കുഴപ്പം. അല്ലല്ല, അള്ള പടച്ച ഒരു പടപ്പിനെ അംഗീകരിച്ചതല്ല കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ആ കുഴപ്പം ഞമ്മക്കുണ്ടാണ്ട്. നമ്മൾ ആരെങ്കിലും ജിന്നു മൂല്യരെന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തേ കാരണം നിങ്ങള്? അള്ള പടച്ച പടപ്പിനെ അംഗീകരിക്കേണ്ട സമയത്ത് അംഗീകരിച്ചില്ല, അതാ കുഴപ്പം. അള്ള സൃഷ്ടിച്ചൊരു പടപ്പിനെ അംഗീകരിക്കാത്തവൻ അള്ളാനെ ധിക്കരിച്ചവനല്ലേ? അള്ളാന്റെ ഒരു സൃഷ്ടിനെ അംഗീകരിക്കാത്ത എന്തൊരു പുതുമ! അള്ളാന്റെ ഒരു ഇനി എന്തുകൊണ്ട് പേര് മലക്കൂരി എന്ന് വിളിക്കാത്ത? അത് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇയാളെ മുജാഹിദീങ്ങൾ ജിന്നൂരി എന്നാ വിളിക്കണേ, എന്താ മലക്കൂരി എന്ന് വിളിക്കാത്തത്? മലക്ക് എന്ന് പറഞ്ഞാ ബഹുമാനമുള്ളവല. ആ ബഹുമാനുള്ള എഞ്ചിനുമേല് മുജാഹിദാകുന്ന ബോഗി കൊളത്താൻ പറ്റൂല. അതേ സമയത്ത് മുജാഹിദ് ബോഗി കൊളത്താൻ പറ്റിയത് ചെയ്ത്താനും ജിന്നെയാണ്. മാത്രല്ല, ഈ മൗലവി ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളെ വിളിച്ച വിളിയുണ്ട്. ആ വിളി കേട്ടിട്ട് പറയും മൗലവിനെ ചെയ്ത്താനൂരി എന്നോ മലക്കൂരി എന്നാ വിളിക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കുങ്ങൾ എന്തൊക്കെ? ഹാജ മുഹീദ്ദീനിൽ, ജിസ്തിയിൽ, അജ്മീരിയിൽ, നാബൂരിയിൽ, ബൾബൂരി. എന്താ പതി മൗലവിന്റെ പേരോ? മലപ്പുറത്തൊക്കെ വന്നുകാണ്ട് നിങ്ങൾ ഇപ്പം മുജാഹിദ് മൗലവിമാരെ പേര്, ഈ മൗലവിന്റെ പേരെന്താന്ന് ചോദിച്ചോക്കാണി. മലപ്പുറത്തെ താടി മുടി നരച്ച മുജാഹിദീങ്ങൾ ഇയാളെ പേരിപ്പ എന്താ പറഞ്ഞു തരാ നിങ്ങൾ? മുജാഹിദ് ബാലുശ്ശേരിയിൽ, ബൾബൂരിൽ, അടപ്പൂരി. അതാണ് ഇപ്പൊ മുജാഹിദീങ്ങള് ഇയാളെ വിളിക്കണ പേര്. എന്തേ? പടച്ചോ ഔലിയാക്കളെ വഷളാക്കി, ആ വഷളാക്കാൻ ശ്രമിച്ചതിന്, ഔലിയാക്കളെ നിന്ദിച്ചതിന് ദുന്യാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല കൊടുത്ത ശിക്ഷയാണ്. ഔലിയാക്കളെ പരിഹസിച്ചപ്പോൾ, അമ്പിയാക്കളെ പരിഹസിച്ചപ്പോൾ മൗലവിമാർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ശിക്ഷയാണ്. ഇനി നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഒരു മൗലവി പറയണ് മുജാഹിദീങ്ങൾ 10 ആൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. എന്താണ് നോക്കുന്നത്? ഓം കോക്കസ സ്വന്തം മുജാഹിദിനെ മാറ മറ്റേ മുജാഹിദ് കണ്ട സംശയം, ഓൻ ജിന്നാണോ മനുഷ്യനാണോ പറയേണ്ടി വന്നത് കൊണ്ടാണ്. ഒരു തരം ചാരപ്പണി നമ്മുടെ പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ കാലമായിട്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. മുജാഹിദ് പ്രവർത്തകർ തമ്മിൽ കണ്ട എന്തൊരു സ്നേഹമായിരുന്നു അല്ലെ? ഏതൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ഒരു മുജാഹിദ് പ്രവർത്തനം ഉണ്ടെന്നാൽ എന്തൊരു സന്തോഷമായിരിക്കും. ഇന്നിപ്പോ സംശയ ഇവൻ ഏതാ? മറ്റേ കോക്കസ. നമ്മളെ കാണുമ്പോ ജിന്ന. എങ്ങനെ? ഇയാളെ കാണുമ്പോ ജിന്നാണോന്ന് മുജാഹിദിനൊക്കെ തന്നെ സംശയം ഉണ്ടാകാതെ. ഞമ്മള് 5-6 കൊല്ലായി മൗലവിമാരെ ക്ലിപ്പ് ഇങ്ങനെ ഇടുമ്പോ മുന്നിലിരിക്കണ SBS-ന്റെ കുട്ടികൾ ചോദിക്കും, ഉസ്താദ് എങ്ങളാ പറയുന്ന ചെയ്ത്താൻ ഇയാൾ തന്നെയാണോ? ഇപ്പൊ മുജാഹിദീങ്ങൾ തന്നെ ചോദിക്കണം, ഇയാൾ ജിന്നാണോ ചെയ്ത്താനാണോ? അങ്ങനെ സഹോദരന്മാരെ, മുജാഹിദുകളിൽ മടപൂരി, ചങ്ങരംകുളം 2 ഗ്രൂപ്പായി. പൂത്തിവെച്ച ഹദീസ് പറയണോ പറയണ്ടേ എന്നതാണ് തർക്കത്തിന്റെ മാനദണ്ഡം. എന്നാൽ നിങ്ങൾ നോക്ക് സുഹൃത്തുക്കളെ, ആ മുജാഹിദ് മൗലവിമാരിൽ ഒരു കൂട്ടുകാർ പറഞ്ഞു, നമ്മൾ ചികിത്സ നടത്തിയ നാട്ടുകാർ കളിയാവും. അപ്പൊ സക്കരിയ മൗലവിന്റെ നേതൃത്വത്തിലുള്ള ടീം പറഞ്ഞു, പറ്റൂല, പള്ളിയിലുള്ള ചെകുത്താനെ മന്ത്രി ചൂതി പുറത്താക്കണം. അപ്പൊ സക്കരിയ മൗലവിനെ പുറത്താക്കി. അപ്പൊ സക്കരിയ മൗലവി ചോദിച്ചു, സക്കരിയ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചിട്ടൊരു സുന്നി കുട്ടി മുജാഹിദായി. ആ കുട്ടി, മൗലവി പറയാട്ടോ, ആ കുട്ടി ചെറുപ്പത്തിൽ മദ്രസക്ക് പോയപ്പോ അമ്പലത്തിന്റെ മുന്നിൽ കൂടെ പോയി
അങ്ങനെ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് ചെകുത്താൻ കൂടി. ഞാൻ മനസ്സിലാക്കുന്നത് ചെകുത്താൻ കൂടിയപ്പോ തങ്ങൾ പാപ്പാന്റെ അടുത്ത് പോയി ഏലസ് കെട്ടിങ്ങാണ്ട് രക്ഷപ്പെട്ടതേ ഇക്കാരം. പിന്നെ മുജാഹിദായപ്പോ എന്ത് ചെയ്തു? ഈ ഏലസ് പൊട്ടിച്ചെറിഞ്ഞു. അപ്പൊ ചെയ്ത്താൻ തിരിച്ചു വന്നു. അങ്ങനെ ഈ കുട്ടി മുജാഹിദായ ശേഷം പിന്നെ കുട്ടിക്ക് ഭയങ്കര അസുഖം. ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോയി ആ സോക്കട് എന്താന്ന് പിടുത്തം കിട്ടൂല. ഡോക്ടർമാരെടുത്തുനിന്ന് പോന്ന സോക്കട് വീണ്ടും ഇളകി. കുറുക്കൻ ആമയെ പിടിച്ച കഥ കേട്ടിട്ടില്ല നിങ്ങള്? കുറുക്കൻ ആമയെ പിടിച്ച് കൊന്നു തിന്നാൻ വേണ്ടി എങ്ങനെ നോക്കിയിട്ടും തല കാണാനില്ല. അവസാനം തല കിട്ടാതെ കൊല്ലാൻ കഴിയാതെ കുടുങ്ങിയപ്പോ എന്നാ പിന്നെ കടക്കട്ട പണ്ടാറടക്കം പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു നോക്കുമ്പോണ്ട് തല പുറത്ത്. കൊല്ലട്ടെ വിചാരിച്ച് പിടിച്ചു നോക്കുമ്പോ തല ഉള്ളിൽ. ഇതുപോലെ ഡോക്ടർമാരടുത്ത് കൊണ്ടുപോയി ആ സോക്കടില്ല, ഡോക്ടർമാരടുത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവന്ന സോക്കട്. അപ്പം മുജാഹിദ് സക്കരിയ മൗലവി TP അബ്ദുള്ളക്കോയ മദനിയോട് ചെന്നിട്ട് ചോദിക്കാണ്, എന്താണ് ചെയ്യേണ്ടത്? ഈ കുട്ടിക്ക് എന്ത് സോക്കട, ഈ കുട്ടിയുടെ സോക്കടിന് എന്ത് മരുന്നാ കൊടുക്കേണ്ടത്? പിന്നെ അന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ്, ഞാൻ അന്ന് AP-യോട് ചോദിച്ചു, അല്ല സാർ ഇങ്ങനെയുള്ളൊരു കുട്ടി, തൗഹീദുള്ളൊരു കുട്ടി, ആ കുട്ടിയെ എന്റെ അടുത്ത് വന്ന് കുട്ടി വയലന്റായി. അത് കഴിഞ്ഞിട്ട് പുറത്തു നിന്നിട്ട് ഞാൻ ആയത്തുൽ കുർസി ഓതിപ്പിച്ചു. ഈ കുട്ടി മോട്ടോർ ബൈക്കിൽ വന്ന അജുവേം പോ എന്നുകൊണ്ട് ഒരു ആയത്തുൽ കുർസി ഓദിച്ച് ഞാനും ഡോക്ടർ അബൂബക്കർ കടാവത്തൂർ MSM മുൻ പ്രസിഡന്റ് എങ്ങനെ ഓതിയാലും വലാ യഊദുഹു ഹിഫ്ദുഹുമാ എന്ന് ഓതിയാൽ ശരിയാവില്ല. കണ്ടോ? അവനോട് പോ എന്ന് അവനെ പറഞ്ഞയച്ചു. എങ്ങനെ ചെയ്ത്താനെ പറഞ്ഞയക്കാൻ വേണ്ടിയാണ്ട് വന്ന കുട്ടിന്റെ ശരീരത്തിൽ നിന്ന് മന്ത്രിച്ചൂതി ചെയ്ത്താൻ പോടില്ല എന്ന് കണ്ടപ്പോ മൗലവി വന്ന ഇയാണ് പോയി കൂടുകാർ. അപ്പൊ പിറ്റേ ദിവസം ഈ കുട്ടിന്റെ കയ്യും പിടിച്ചു ഉമ്മ മൗലവിന്റെ മുന്നിൽ. കാരണോ ഈ കുട്ടി മര്യാദക്ക് നടക്കുന്നിടത്ത് ഈ കുട്ടിന്റെ അരിയത്തെ ഏൽസ് വലിച്ചെറിയിപ്പിച്ചത് ഈ മൗലവിമാരാണ്. അപ്പൊ ഉമ്മ വന്നിട്ട് പറഞ്ഞു, എന്താ ഈ കുട്ടിന്റെ സോക്കട് മാറാൻ കാട്ടേണ്ടത്? ഏലസ് കെട്ടിയ ജാതിന്ന് പുറത്താക്ക. എന്നാ പിന്നെ കുട്ടിന്റെ സോക്കട് മാറ്റി തരണം, അതിനെന്താ വഴി? പിറ്റേന്ന് അവന്റെ ഉമ്മാനെയും കൂട്ടിയിട്ട് വരികയാണ്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, അയാൾക്ക് പോയി നോക്കിക്കോളി, എനിക്ക് അയാളെ വിശദമായിട്ട് അയാളെ ചികിത്സനെ പറ്റൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. വലിയ കേസ് പതാ. അത് കേസ് തന്നെയല്ലേ മുജാഹിദീങ്ങൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിച്ചു, സർ ഇങ്ങനെ തൗഹീദുള്ളൊരു കുട്ടി ചെറുപ്പകാലത്ത് മദർസയിൽ പോകുമ്പോ അമ്പലത്തിന്റെ അവിടുന്ന് പേടിച്ചിട്ട് നൂലും മന്ത്രവും കൊണ്ട് വന്നു വെച്ച ഖുറാഫി കുട്ടി, മുജാഹിദ് ഭാഷ പ്രസംഗം കേട്ട് മുജാഹിദായ കുട്ടി, ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ ആ കുട്ടി എങ്ങോട്ടയക്കും? അവിടെ തന്നെ അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പൂരിന്റെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? തങ്ങളെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മുസ്ലിയാരുടെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? അതിന് ഈ മുസ്ലിയാർ പറയാണ്, കണ്ടോ കേന്ദ്രം ഉണ്ടാക്കണം എന്നാ പറയണത്, സുന്നികൾക്കൊക്കെ പല കേന്ദ്രമുണ്ട്, നമുക്ക് കേന്ദ്രമില്ല എന്നാ പറയണത്. പാച്ചാന്നോണ, ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാ പിന്നെ ഈ കുട്ടീനെ എന്താ കാട്ടുക? ഈ കുട്ടിക്ക് തങ്ങളെടുത്തും പോകാൻ പറ്റൂല, നമ്പൂരിയാളെടുത്തും പോകാൻ പറ്റൂല. ഈ കുട്ടിന്റെ സോക്കട് മാറാൻ എന്താ കാട്ടുക? നല്ല ഉറപ്പുള്ള ഒരു കയറ് കൊടുത്തിട്ട് പറയാം, മോനെ പോയി തൂങ്ങി ചത്താളാ. ഒരു മരുന്ന് മുജാഹിദിലില്ല. ഈ ചെയ്ത്താന്റെ ഇളക്കേറ്റ് ഈ നടക്കേണ്ട നല്ലൊരു സക്കാത്ത് ഫണ്ടിന്ന് 10 റുപ്യ ചെലവാക്കി ഉറപ്പുള്ള ഒരു കയറ് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കുപ്പി വിഷം വാങ്ങിക്കൊടുക്കാണ്, ബിസ്മി ചൊല്ലി കുടിച്ചാളാ എന്ന് പറയണമെന്നാണോ മൗലവി പറഞ്ഞത്? എന്താ നിങ്ങള് ഹിന്ദുക്കള് നമ്പൂരിയാളെടുത്ത് പോകും, സുന്നിയാള് മൂല്യന്മാരെടുത്ത് പോകും, മുജാഹിദീങ്ങളെ പൈസ അമ്മക്ക് മുണുങ്ങിക്കൂടെ? അതെന്തിനാ വെറുതെ തങ്ങന്മാരെടുത്ത് കൊണ്ടുപോയി കൊടുക്കണെന്നാ ഞാൻ ചിന്തിക്കാത്തത്. എന്റെ പേരിൽ ആക്ഷേപിക്കാണ്. ഞാൻ ആ പറഞ്ഞ വാചകം എന്താ? ഒരു നമ്പൂരിന്റെ അടുത്തേക്ക്, ഒരു പണിക്കരടുത്തേക്ക്, ഒരു തങ്ങളെടുത്തേക്ക്, ഒരു മുസ്ലിയാരെടുത്തേക്ക് തൗഹീദുള്ള കുട്ടിനെ അയക്കാൻ പറ്റുമോ എന്നാ ഞാൻ ചോദിച്ചത്. അതിന് കണ്ടോ കേന്ദ്രം ഉണ്ടാക്കണം എന്ന് പറയുന്നു. അപ്പോ മൗലവി ചോദിച്ചു, ഈ കുട്ടിന്റെ സോക്കട് എങ്ങനെയാ മാറ്റുക? അപ്പം വലിയ മൗലവിമാര് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഈ കുട്ടിന്റെ അമ്മ മൗലവിനെ വിടുന്നില്ല. കുട്ടിന്റെ സോക്കട് മാറാഞ്ഞ മൗലവിന്റെ തടി കേടരുന്നുള്ളോടത്തെത്തി. അവസാനം സക്കരിയ മൗലവി ചികിത്സ തുടങ്ങി. സക്കരിയ മൗലവി ചികിത്സ തുടങ്ങി. എന്ത് ചികിത്സ? ചെകുത്താൻ ചികിത്സ. മൗലവി പറയാണ്, ഈ സോക്കടിന് നമ്മളെ നാട്ടിൽ മരുന്നൊന്നുമില്ല,
അതുകൊണ്ട് മൗലവി എന്ത് ചെയ്തു അറിയോ, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന CD ആ CD ഇയർഫോൺ വെച്ചിട്ട് ഈ ചെയ്ത്താൻ കൂടിയ കുട്ടിന്റെ ചവിട്ടിൽ കേൾപ്പിച്ചു കൊടുത്തു. ആയത്തിങ്ങനെ കേട്ടപ്പോ കുട്ടി ഇങ്ങനെ ഇളകാനും ഒച്ചുണ്ടാക്കാനും തുടങ്ങി. അപ്പൊ മൗലവി പറയാ, ഞാൻ ഒന്നുണ്ടാക്കി വന്ന് ആയത്തുൽ കുർസി ഓതി എന്നെ തന്നെ ഊതാൻ തുടങ്ങി. എങ്ങനെ? ചെകുത്താൻ കുട്ടിന്റെ ശരീരത്തിൽ ഊതുന്നത് മൗലവിന്റെ നെഞ്ഞത്ത്. ചോട്ട് കണ്ണ് കുറുമ്പാടിന് ചോട്ടിൽ ഊതിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ എന്താ സംഗതി അറിയങ്ങള്? ഞങ്ങളെ നാട്ടിലൊക്കെ കൗങ്ങെന്ന് പറയും, ഇവിടെ തന്നെയാ പറയാ. ഈ കൗങ്ങും തോട്ടത്തില് അടക്ക പറിക്കാൻ കയറുന്ന ആൾക്കാരുണ്ട്. ഓല് കൗങ്ങിന്റെ മണ്ടമ കയറിയിട്ട് അടക്ക പറിച്ചിട്ട് അടക്കാക്കൊല താഴത്തേക്ക് തരും. പറിച്ചാൻ കയറിയവനെ താഴത്തേക്ക് കാണൂല. ഓന് ആ കൗങ്ങും വന്ന് അതിന്റെ മണ്ടം വന്ന് അപ്പുറത്തുള്ള കൗങ്ങിന്റെ മണ്ടമ കൈമന്ന് തന്നെയാണ് പോവും. അവനെ പിന്നെ കിട്ടണമെങ്കിൽ തോട്ടത്തിന്റെ അങ്ങേ തലക്കെ പോയി കാത്തുന്നാലേ കിട്ടുള്ളൂ. ഇതുപോലെ സക്കരിയ മൗലവി പറയാണ്, അവന്റെ മണ്ടമുള്ള ചെയ്ത്താൻ എന്റെ മണ്ടമക്ക് വരണ്ടാണ് കരുതിയിട്ട് ആയത്തുൽ കുർസി ഓതി ഞാൻ എന്നെ തന്നെ ഊതി. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ള ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളുടെ അടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടെ നിന്നല്ലേ വരുന്നത് എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആള് വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. അപ്പൊ വയറിന അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിനി കേഫിന്റെ CD കേട്ടിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽ ഇട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ ഇട്ടു എന്ന് പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താണ് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന് ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കേസറ്റിലാക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവനൊന്നുണ്ട് ഒതോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പറിക്കാട്ട് സാധാ കാസറ്റ് ഇട്ടാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തു. ഞാൻ ഒതെടുത്ത് ഞാനിങ്ങനെ ആയത്തുൽ കുർസി ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറേണ്ട ആൾക്ക്. മൂപ്പര ദേഹത്തിന് വേറെ ചെയ്ത്താൻ വന്നിട്ട് വേണോ? അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചെടുപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. മൂപ്പര് ചെയ്ത്താനൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം ഞമ്മളൊക്കെ ഏർവാടിക്ക് സിയാറത്തിന് പോകുമ്പോ വൈമ നിന്നിട്ട് ശിർക്ക് പറഞ്ഞ് കൊരക്കല്ലാതെ ഏർവാടിക്കൊന്ന് ബസ് കയറിയൊക്കെ ഉണ്ടേ. അല്ലാതെ എങ്ങനെയാ ചെയ്ത്താൻ ഇളകണ കാണുക? അപ്പൊ ഞാൻ ഇങ്ങനെ അത് കൊള്ളാന്നൊക്കെ പറഞ്ഞു നോക്കി. ചെയ്ത്താനെ പോന്ന് മൗലവി. അപ്പൊ ചെയ്ത്താൻ കേട്ട് നിങ്ങൾ നാളെ നമ്മളെ മീറ്റിങ്ങിന് വിളിച്ചിട്ടില്ലേ? ഒന്നും നിൽക്കുന്നില്ല. അതിപ്പം ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പാപ്പ മന്ത്രിച്ചൂതി രോഗം മാറ്റിയ കഥയപ്പി പറഞ്ഞതൊക്കെ ഇന്ന് വരെ തങ്ങൾ പാപ്പാന്റെ ഒരു ലാപ്ടോപ്പും കേടുന്നിട്ടില്ല, ഒരു മൊബൈലും കേടുന്നിട്ടില്ല. കാരണം അത് പഠിച്ചെടുത്ത പണിയാണ്. ഇത് വിവരമില്ലാതെ ചെയ്ത തട്ടിപ്പാണ്. അപ്പൊ നഷ്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുറന്ന മാതിരി എന്താടാ നീ കാണിച്ച്? അല്ല അതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ, നൂറിന് എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് അകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്തെത്തുന്നത്. ഞാൻ ബാതിൽ വന്നപ്പോ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളിപ്പോ എന്താ അവിടെ റുക്കിയ നടത്തി വെച്ചു? ഞാൻ റുക്കിയ നടത്തിയൊന്നല്ല പുകത്തായി. ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് പെട്ടെന്ന് ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? ഇങ്ങനെയാ. അങ്ങനെ എത്ര കോലം കണ്ടിട്ടാണ് നമ്മളെ തങ്ങന്മാരും ഉസ്താവുമാരും. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനീയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളകൂല്ലോ. അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായത്. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യുന്നുണ്ട്. നമ്മളെ പണ്ഡിതന്മാർക്ക് വലിയ എതിർപ്പാണ്. നമ്മളെ ജമീയത്തിനും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. എങ്ങനെ 80 കൊല്ലം ഖുർആനും ഹദീസും അരിച്ചു പെറുക്കിയിട്ട് ചെകുത്താനെ പള്ളന്റെ ഉള്ളിലാക്കി എന്നല്ലാതെ വന്ന ചെയ്ത്താനെ പറഞ്ഞേക്കാൻ മാറുകയല്ല. അങ്ങനെ എന്ത് ചെയ്തു? മുജാഹിദീങ്ങളിൽ ചിലർ ജിന്ന് ചികിത്സ നടത്തി.
അപ്പം മൗലവിമാരുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ ചില മൗലവിമാർ ഈ മൗലവിയെ വിമർശിച്ചു. അപ്പം വേറൊരു മൗലവി വന്നിട്ട് പറഞ്ഞു, എങ്ങനെയാ അവൻ മന്ത്രിച്ചൂത്തിനെ കുറ്റം പറയാ, അവൻ എന്റെ അടുത്ത് വന്ന് മന്ത്രിച്ചൂതി പോയിക്കണല്ലോ. അങ്ങനെയാണ് സകല മുജാഹിദീങ്ങളും വരും. നേരത്തെ തങ്ങൾ പാപ്പ പറയുന്നിട്ടില്ലേ, മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയ പിന്നെ തങ്ങൾ പാപ്പാന്റെ വള്ളം കുടിച്ചല്ലാതെ വേറെന്ത് മാർഗ മനസമാധാനത്തിനുള്ളത്? അപ്പൊ എല്ലാ മുജാഹിദും വരും മൗലവി പറയാം. അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി ഇന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ, സക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്? അനസ് മൗലിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്? എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു, ഞാൻ ഇനി കുറച്ചും കൂടി പറയും, പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദികൾ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ഒലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തതൊന്നല്ല, ഹാഫിലിങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലിനോട് പറഞ്ഞേക്ക്. മൗലവി നാട്ടിക്ക് വരും, എന്ത് പറയാന്? അതേതാ മൗലവി അറിയങ്ങൾ? ഡോക്ടർ സുബൈർ പറഞ്ഞ ഡോക്ടറാ. മൂപ്പരിപ്പോ ചികിത്സ നടത്തല് കൊയല് വെച്ചിട്ടല്ല, തകിടും കോയിമുട്ടിയും വെച്ചിട്ടാ. ആ ഡോക്ടർ അടുത്തേക്ക് ഈ മൗലവിമാര് ചികിത്സക്ക് ചെന്നിട്ടുണ്ട്. ഞമ്മളെ തങ്ങന്മാരൊക്കെ മന്ത്രിച്ചൂതാൻ വന്ന മുജാഹിദിന്റെ പേര് പറയാൻ തുടങ്ങിയ ഒറ്റ മുജാഹിദ് തലപൊന്തിച്ച് നടക്കൂല. ഞമ്മളെ തങ്ങന്മാരെ അന്തസ്സുകൊണ്ടാണ് അവരത് ആളെ പേര് പറയത്തത്. പക്ഷെ മൗലവി പറയാ, ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇന്റെ അടുത്ത് കൂതാൻ വന്ന എല്ലാരും ഞാൻ പറഞ്ഞു തരും. അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെന്തോ ഒരു വലിയ ഭൂനാക്കിയിട്ട് സക്കരിയ സലാഹിനെ അങ്ങോട്ട് ഊതി പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കൂല, അതൊന്നും നടക്കൂല. ഈ നിങ്ങൾക്ക് കേൾക്കണോ വർത്താനം? ഒരു മുജാഹിദ് മൗലവി കുറച്ച് സ്ത്രീകളെയുമായി ഹജ്ജിന് പോയി. ഹജ്ജിന് പോയോടത്തുനിന്ന് ഹജ്ജും മത്താത്താക്ക് ചെയ്ത്താനിളകി. ഏത് മുജാഹിദ് താത്താക്ക്? സുന്നി പെണ്ണുങ്ങൾക്ക് ചെയ്ത്താൻ കൂടന്നല്ല. കാരണം സുബൈക്കൊരു കുനൂത്ത്, ഉച്ചക്കൊരു മൗലൂദ്, അന്തിക്ക് രാത്രി ഒരു അദ്ദാദ്, പിന്നെ എപ്പോഴാ ചെയ്ത്താൻ വരിക? ഇനി ഏതെങ്കിലും ഒരു ദിവസം സുബൈന്റെ കുനൂത്ത് മറന്ന് ചെയ്ത്താൻ ബന്ധുന്ന് കൂട്ടുക. ചെയ്ത്താനെ ഇളക്കണമെങ്കിൽ നമ്മൾ ഏർവാടിക്ക് എത്തണ്ട. രാമപുരത്ത് ട്രെയിൻ ഇറങ്ങിയാല് നമ്മൾ ഏർവാടിക്കും ഭാര്യന്റെ ശരീരത്തിലെ ചെയ്ത്താൻ മലപ്പുറത്തേക്കും വണ്ടി കയറും. എന്നാ മുജാഹിദോ, മുജാഹിദിന്റെ ചെയ്ത്താൻ ചോരി ചേർന്ന ചെയ്ത്താനാ. മുജാഹിദിന് പറ്റാത്തതൊന്നും ചെയ്ത്താനും പറ്റൂല, ചെയ്ത്താന് പറ്റാത്തതൊന്നും മുജാഹിദിനും പറ്റൂല. ഭയങ്കര കോംപ്രമൈസാ. അതുകൊണ്ട് മുജാഹിദിന്റെ ചെയ്ത്താൻ ഇളകാൻ എവിടെ പോണ്ടി വന്നു? ഹറമിൽ. അങ്ങനെ ചെയ്ത്താൻ അങ്ങനെ ഇളകുമ്പോ മൗലവി ചോദിക്കാത്തരെ ചെയ്ത്താനോട്, എവിടുന്നാ വന്നത്, എന്തിനാ വന്നത്, പോകണം പോകണം. ചെയ്ത്താനോട് പോകാൻ പറയാം. അപ്പൊ ചെയ്ത്താൻ ഇങ്ങോട്ട് പറയുന്ന എന്തറിയോ? ആ സുന്ദരിയായ പെൺകുട്ടിനെ നോക്കി ഇങ്ങനെ രസിക്കല്ലേ. അപ്പൊ മൗലവി ചെയ്ത്താനോട് ഇങ്ങനെ പോകാൻ പറയുന്നുണ്ട് എന്നല്ലാതെ മൗലവി വേറെ എവിടുക്കോവാണ് നോക്കി നിൽക്കുന്നത്. അത് ചെയ്ത്താൻ പിടികൂടിയ കഥ പറയാണ് മൗലവി. ഇപ്പൊ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ ഇസ്ഹാഖലി, മൂപ്പരിപ്പോ ഇതും പ്രചരിപ്പിച്ചിട്ടാണല്ലോ ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആയത്. മൂപ്പര് ഹജ്ജിന് പോയപ്പോ ഒരു ജിന്നിറക്കിയ കേസ്. അതും കൂടി ഒന്ന് പറയാം. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു പ്രശ്നം ഹജ്ജിന് പോയപ്പോ ഉണ്ടായതാ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കാൻ പോണിന്റെ അവിടെ തന്നെ ഇങ്ങനെ കടത്തിയിട്ട് ഒരു ടീം നിന്ന് ചികിത്സിക്കുക, ജിന്ന് ചികിത്സ. അതിൽ ആരുണ്ട്? ബഹുമാനപ്പെട്ടു പോയ നമ്മളെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, ഇസ്ഹാഖലി കല്ലിക്കണ്ടി. മൂപ്പരിങ്ങനെ പറയാ, ആരാണ് നീ, എന്തിനാണ് വന്നത്, പോകണം പോകണം. അപ്പൊ ഈ പെണ്ണിങ്ങനെ പറയാത്രേ, സുന്ദരിയായ പെണ്ണിനെ നോക്കി രസിക്കല്ലേ. എങ്ങനെ? ഇത് സംഗതി എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ മനസ്സിലാകാതെ ചിരിക്കുക. അതായത് മൗലവി ചെയ്ത്താൻ ഇറക്കുക, ചെയ്ത്താൻ മൗലവിനെ ഇറക്കുക. രണ്ടാളും ആ താത്താന്റെ മേൽ തന്നെയുള്ളത്. ഹറമുന്നപ്പ ഈ കളിയെ നിങ്ങൾ ആലോചിച്ച് നോക്കി. മൗലവി ചെയ്ത്താനോട് പോകാൻ പറയാ, ചെയ്ത്താൻ മൗലവിനോട് പോകാൻ പറയാ. അപ്പോ ചെയ്ത്താൻ പറഞ്ഞില്ലേ, സുന്ദരിയായ പെൺകുട്ടിനെ നോക്കണ പണിയാ മൗലവിക്ക്. മൗലവിന്റെ മനസ്സിലെ സംഗതി ചെയ്ത്താൻ പറയണേ. അപ്പൊ പോയത്തക്കാരൻ മൗലവി പറഞ്ഞു, ആ ഇത് ഉറപ്പന്നെട്ടോ ജിന്ന് പറയണേ. എന്താ കാരണോ? മൗലവി ഈ താത്താനെ എയർപോർട്ടിൽ നിന്ന് തുടങ്ങിക്കണ നോട്ടം. സാധു ആ വിവരറിയില്ല. ഈ സാധു ആ വിവരറിഞ്ഞത് എപ്പോഴാ? ചെയ്ത്താൻ വന്നപ്പോഴാണ് മൗലവിനോട് ഇത് പറഞ്ഞത്. അപ്പൊ ഇത് താത്തറിഞ്ഞ വിവരല്ല, ചെയ്ത്താൻ പറഞ്ഞ വിവരാണ് എന്നാ മൗലവി പറയുന്നത്. ചെയ്ത്താനാണ്. ബാക്കി പറഞ്ഞത് ഞാൻ പറയണില്ല. ഉറപ്പായത് ജിന്നാണ്. എന്താ ഉറപ്പ്? കുപ്പിയാകത്തുള്ള
വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവാർ. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള പവർ അംഗീകരിക്കാൻ കഴിയാതെ ആദർശം വിട്ടുപോയ മൗലവിമാർക്ക് അവസാനം ചെകുത്താന്റെ മാല പാടേണ്ടി വന്നു. ഇങ്ങനെ എത്ര എത്ര വർത്താനം എന്നറിയുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന വേറൊരു സാധനമാണ്. ജമാഅത്തേർക്ക് മുമ്പ് വോട്ട് ചെയ്ത ഇസ്ലാമെന്ന് പുറത്ത്, ഉദ്യോഗം സ്വീകരിച്ച ഇസ്ലാമെന്ന് പുറത്ത്. അങ്ങനെ ഒരുപാട് കാലം നാട്ടിലെ ജനങ്ങളോട് വോട്ട് ചെയ്യരുത്, ഇലക്ഷനിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ ജമാഅത്തേര് ഇപ്പൊ എന്താ പറയുന്നത്? നിങ്ങള് ഞമ്മളൊക്കെ 5 വഖത്ത് നിസ്കാരത്തിൽ നടത്തുന്ന പ്രാർത്ഥന ഉണ്ട്. എന്താണ് പ്രാർത്ഥന? പടച്ചോനെ മരിക്കണിന്റെ അടുക്ക് ഞങ്ങളെ മക്കത്തും മദീനത്തും എത്തിക്കണം എന്നാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പൊ പ്രാർത്ഥിക്കണം എന്താ അറിയോ? ഒരു കാലത്ത് പറ്റാത്ത ഭരണത്തിൽ ജമാഅത്തേർ ഇപ്പൊ ദ്വാരക്കാണ് എന്ത്? മരിച്ചണിന്റെ അടുക്ക് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറിനേലും ആക്കി മരിപ്പിക്കണേ പടച്ചോനെ. ആര്? ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഇന്ത്യൻ പ്രധാനമന്ത്രിയും മുസ്ലിമിനാകാൻ പറ്റൂല എന്ന് പറഞ്ഞ മൗലവിമാര്. എന്താ നിങ്ങള് അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്തേരെ പിടിച്ചിട്ട് ഗവൺമെന്റ് നിരോധിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് നന്നായി മുട്ടി. അപ്പോഴാ ജമാഅത്തേർക്ക് തിരിഞ്ഞത് ഇവിടെ ഹുക്കൂമത്തെ ഇലാഹിയൊക്കെ പറഞ്ഞ തടി കേടരും. അങ്ങനെ ഒരു മൗലവി പറയാണ്, ഇപ്പൊ അങ്ങനെയൊന്നും ജമാഅത്തേര് പറയലില്ല, ഇവിടെ ജീവിച്ചു പോണ്ടേ, അതുകൊണ്ട് കുറച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടാ പറയലേ. ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പൊ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ടാ വർത്താൻ പറയുന്നത്. നമുക്കിവിടെ ജീവിക്കട്ടെ. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നല്ലാതെ പറഞ്ഞുവിടും. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. ആ കളി കേരളക്കാർക്കൊന്നും അറിയില്ല. ഓല് മാത്രം ബുദ്ധിയുള്ളവര്, ബാക്കി എല്ലാരും പൊട്ടന്മാര്. അതാണ് ആ കളി. അവസാനം ഓല് പൊട്ടന്മാരായി. ഞാൻ അതിലേക്ക് വിശദമായി പോണില്ല. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ചെയ്ത ആ തട്ടിപ്പ് വിശദീകരിക്കുന്ന ഒരു CD 75 രൂപയ്ക്ക് ആവശ്യക്കാർക്ക് വാങ്ങാം. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, വഹാബി പ്രസ്ഥാനത്തിൽ ഈ ചികിത്സ കൊടുമ്പിരിക്കൊണ്ടപ്പോൾ സക്കരിയാസുലായി ജിന്ന് ചികിത്സ നടത്തി. അങ്ങനെ നടത്തി എന്ന് മാത്രമല്ല, ബുദ്ധി നോക്കി മതം നോക്കണം എന്ന് പറഞ്ഞ മൗലവി ഇപ്പൊ പറയുന്നത് ബുദ്ധി നോക്കി മതം നോക്കുന്ന ആൾക്കാർക്കെതിരെയുള്ള മറുപടിയാണ്. സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട ചിലര് അള്ളാഹുവിന്റെ ഹദീസിനെ ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്തതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് സക്കരിയ മൗലവി. പിശാച് മനുഷ്യന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന രക്തമെത്തുന്നിടത്തൊക്കെ പിശാചിന് എത്താൻ കഴിയും. ഇവിടെ യുക്തിവാദം പറഞ്ഞത്രേ നമ്മളെ പന്നൂര് അല്ലേ, ചുടുവെള്ളം ഒഴിക്കുന്നിടത്ത് ജിന്നിനെ തന്നെ തീ കൊണ്ടുണ്ടാക്കിയല്ലേ, പിന്നെ ചുടുവെള്ളം അതിന് പൊള്ളോ? മൂപ്പരെ ലോജിക്കാണത്. ഈ ലോജിക്കൊന്നും ഇസ്ലാമിന് പറ്റൂല. അങ്ങനെയാണെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ പന്നൂരിനെ ഇഷ്ടി കൊണ്ടെറിഞ്ഞ പരിക്കറ്റൂലേ? ഈ ലോജിക്കൊന്നും ഇസ്ലാമിന് പറ്റൂല. അങ്ങനെയാണെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ പന്നൂരിനെ ഇഷ്ടി കൊണ്ടെറിഞ്ഞ പരിക്കറ്റൂലേ? എന്ത് പോയത്തമാണ് ഈ പറയുന്നത്? മനുഷ്യൻ മണ്ണുകൊണ്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ആദമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. അതിനകത്ത് നമ്മൾ മണ്ണും കട്ടയെന്നാ? അല്ല. അതുപോലെ ജിന്നിനെ തീ കൊണ്ടുണ്ടാക്കിയതാണ്. ജിന്നൊരു തീ കട്ടയെന്നല്ല. യുക്തിവാദം പറയുന്ന മടവൂരികൾ പറയാറുണ്ട്, ശരീരത്തിനുള്ളിലൂടെ രക്തത്തിലൂടെ സഞ്ചരിക്കും തീക്കട്ടെ. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? ഇതാണ് യുക്തിവാദം. മാത്രമല്ല, ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും നരകം നടക്കും. ആ കാക്കാന്റെ തൊള്ള നോക്കാൻ നിങ്ങൾ. അയാൾ ഇതൊക്കെ ആദ്യമായിട്ട് കേക്കാണ്. അജബായിട്ട് ഇങ്ങനെ ഞങ്ങളെ നാട്ടിൽ അതിന് പറയും തൊള്ളയും പൊളിച്ചിങ്ങനെ കുത്തിരിക്കുക. എന്താ നിങ്ങൾ ഈ വിവരമൊന്നും ഇതുവരെ കാക്ക കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്ക. ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ മുജാഹിദീങ്ങൾ ഇങ്ങനെ പറയും, അങ്ങനെ ചെയ്ത്താൻ കൂടുവല്ലോ, അങ്ങനെ ചെയ്ത്താനോ അടിച്ചണോലോ, ചെയ്ത്താനോ ഉയിഞ്ഞു വാങ്ങണോലോ, ഒക്കെ ഓലോ. ആ ഓലോ ഇരുത്താനായിരിക്കും ആദ്യമായിട്ട് കേൾക്കണ കേക്കല്. ഞമ്മക്കതൊരു പുതുമയാ. പറഞ്ഞു നരകത്തിലെന്താ തീയിലൊരു പേടിയില്ലല്ലോ ജിന്നിന്, ഉണ്ടോ? ലോജിക്. ഇങ്ങനത്തെ ലോജിക്കാ ഇപ്പൊ പറഞ്ഞെടുക്കണത്. ഇതൊക്കെ ഇയാൾ ഒരു ഇസ്ലാമിക സംഘടനയുടെ പത്രത്തിന്റെ എഡിറ്റർ. അപ്പോ ഇപ്പം മുജാഹിദിന്റെ മൗലവിനെ പറ്റി, മുജാഹിദീങ്ങളെ പറ്റി ഒരു മൗലവി പറയാം, ഞമ്മളെ വണ്ടി ഓടുന്നത് ബാക്ക് കാണല്ലോ.
നമ്മളെ വണ്ടി റിവേഴ്സ് ഗിയർക്കാണല്ലോ പടച്ചോനെ ഓടുന്നത്, ഈ പോക്ക് പോയാൽ എവിടുക്കാ എത്തുക എന്നാണ് മൗലവി ചോദിക്കുന്നത്. വണ്ടി റിവേഴ്സ് ഗിയർ ഓടണ